ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം. ഇതിന്റെ കാറ്റഗറി നമ്പർ 38/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ ഓപ്ഷൻ എ, രാമൻ നമ്പി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി, അയ്യൻകാളി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. ഓപ്ഷൻ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂറംബർഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ ഓപ്ഷൻ എ, ജീൻ ജാക്വസ് റൂസോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, നാഗാലാൻഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, ഹരിജൻ യാത്ര. പത്താമത്തെ ക്വസ്റ്റ്യൻ, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പുരാന കില. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഇതില് മണൽക്കല്ല് സിസ്റ്റ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി. 12ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ ട്രോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, പോളികോണിക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ജപ്പാൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയമല്ലാത്തത്? ഇതില് ആൻസർ ഓപ്ഷനിലില്ല. 1ഉം 3ഉമാണ് ആൻസർ. ക്ഷമിക്കണം, ഭൂതാപനിലയമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ് ആൻസർ. 2ഉം 4ഉം ഓപ്ഷനിലില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP മൈനസ് അറ്റപരോക്ഷ നികുതികൾ. എന്തിനു തുല്യമാണ്? വിപണി വിലയിൽ GDP മൈനസ് അറ്റപരോക്ഷ നികുതികൾ. ആൻസർ ഓപ്ഷൻ എ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക.
ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ആൻസർ ഓപ്ഷൻ ബി 1, 3. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ആൻസർ ഓപ്ഷൻ സി. ചെലവ് കുറയ്ക്കും, നികുതികൾ കൂട്ടും. ഓപ്ഷൻ സി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജാർഖണ്ഡ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 2. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 3. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? രണ്ടാമത്തേത് മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? 1. പൊതുക്രമം, 2. ധാർമ്മികത, 3. ആരോഗ്യം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം. 48A, 51A. ഓപ്ഷൻ ബി 2, 3. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. 2. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. 3. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. 26ാമത്തെ ക്വസ്റ്റ്യൻ, 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? 1. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA. 2. ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. 3. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. ആൻസർ 1ഉം 2ഉം. ഓപ്ഷൻ സി. പ്രധാന മാറ്റങ്ങൾ 1ഉം 2ഉം. 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ആൻസർ ഓപ്ഷൻ സി. 28ാമത്തെ ക്വസ്റ്റ്യൻ, വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? 1. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക. 2. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. 3. സൗജന്യ സേവനങ്ങൾ. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം. ആൻസർ ഓപ്ഷൻ ബി 1, 2. 29ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? 1. സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം. 2. സംയോജനത്തിന്റെ പ്രവർത്തനം. 3. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. 30ാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, ABRY. ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 31ാമത്തെ ക്വസ്റ്റ്യൻ, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്?
തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ. ആൻസർ ഓപ്ഷൻ സി. 32. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് S ഗുപ്തൻ നായർ. ആൻസർ ഓപ്ഷൻ എ. 33ാമത്തെ ക്വസ്റ്റ്യൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം? 1924. ഓപ്ഷൻ ബി. 34ാമത്തെ ചോദ്യം. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ജി അരവിന്ദൻ. ആൻസർ ഓപ്ഷൻ എ. 35ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. 36ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മലപ്പുറം. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയില്. 37ാമത്തെ ചോദ്യം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് കാർലോസ് അൽക്കാരാസ്. ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരാസ്. 38ാമത്തെ ചോദ്യം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഓപ്ഷൻ സി അഗ്നിസാക്ഷി. 39. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. ഓപ്ഷൻ എ. 40ാമത്തെ ചോദ്യം. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. ഓപ്ഷൻ ഡി. 41ാമത്തെ ക്വസ്റ്റ്യൻ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് വെബ് ജാക്കിംഗ്. ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 43. ലാറി പേജും സെർജി ബിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്? ഓപ്ഷൻ ബി ഗൂഗിൾ. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. 1. ഹബ്. ഹബ് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. ഹബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തേത് എന്താണ്? റൂട്ടർ. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. 3. റിപ്പീറ്റർ. റിപ്പീറ്റർ എന്താ? നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. 4. ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ 1 ഡി, 2 സി, 3 ബി, 4 എ. ഓപ്ഷൻ ഡി. 45ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം? ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി. 46ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? IXPE. ഓപ്ഷൻ ബി ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്. ഓപ്ഷൻ ബി. 47ാമത്തെ ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. 2. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. 3. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. 4. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും
ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. 48ാമത്തെ ചോദ്യം, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1ന്റെ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. ഓപ്ഷൻ എ. 49ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. 1 സൗരോർജം, 2 കാറ്റ് ശക്തി, 3 ബയോമാസ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. തന്നിരിക്കുന്നത് ശരിയായ ക്രമത്തിൽ തന്നെയാണ്. ഓപ്ഷൻ ഡി. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. 51 മുതൽ ആൻസർ പറഞ്ഞു പോകാം. 51, 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ. ആൻസർ ഓപ്ഷൻ ഡി 15, 25. 52, 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ആൻസർ ഓപ്ഷൻ സി 36. 53ാമത്തെ ചോദ്യം, ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 16, 3/2. 54ാമത്തെ ചോദ്യം, ഓരോ 10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 8. ആൻസർ ഓപ്ഷൻ ബി 8. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ആൻസർ ഓപ്ഷൻ സി 73. 56ാമത്തെ ക്വസ്റ്റ്യൻ, 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 1980 സെന്റിമീറ്റർ സ്ക്വയർ. 57ാമത്തെ ക്വസ്റ്റ്യൻ, 1 - 1/2 into 1 - 1/3 into 1 - 1/4 etc. 1 - 1/20 മൂല്യം എത്ര? ആൻസർ ഓപ്ഷൻ ബി 1/20. 58ാമത്തെ ക്വസ്റ്റ്യൻ, 9x plus 3x minus 90 is equal to 0 എങ്കിൽ എക്സിന്റെ മൂല്യം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 2. ക്വസ്റ്റ്യൻ നമ്പർ 59, 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2500. 60ാമത്തെ ക്വസ്റ്റ്യൻ, 60 - 10 എന്നാൽ 600. 12/4 എന്നാൽ 16. 6 × 3 എന്നാൽ 3. 10 + 2 എന്നാൽ 5 എങ്കിൽ 100 - 10 × 1000/1000 പ്ലസ് 100 × 10 എത്ര? ആൻസർ ഓപ്ഷൻ ബി 0. ക്വസ്റ്റ്യൻ നമ്പർ 61,
അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? ആൻസർ ഓപ്ഷൻ ബി 15 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 62. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ N2676S. 63. ക്വസ്റ്റ്യൻ. വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഞായർ. 64. ക്വസ്റ്റ്യൻ. പി ക്യൂവിന്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂയുടെ അമ്മയാണ്. എസ് എന്നത് ആറിന്റെ പിതാവ്. എസിന്റെ അമ്മയാണ് ടി. എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി കൊച്ചുമകൾ. 65. ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 22. 66. ക്വസ്റ്റ്യൻ. റെഡ് = 12, ബ്ലൂ = 20, വയലറ്റ് = 42 എങ്കിൽ മജന്തയുടെ കോഡ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി 56. 67. ക്വസ്റ്റ്യൻ. 6:40 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഓപ്ഷൻ എ 40 ഡിഗ്രി. 68. ക്വസ്റ്റ്യൻ. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 10 AM. ആൻസർ ഓപ്ഷൻ സി. 69. ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ ബി 10. 70. ക്വസ്റ്റ്യൻ. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കലുകളുടെ എണ്ണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 780. 71. ക്വസ്റ്റ്യൻ. ഇനി ഇംഗ്ലീഷ് ആണ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? ആൻസർ ഓപ്ഷൻ എ വെർബോസിറ്റി. 72. ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. She said she wouldn't be able to attend the meeting. 73. ക്വസ്റ്റ്യൻ. Identify the sentence with the correct usage of masculine and feminine gender. Option C. The stallion is recognized for his strength. 74. ക്വസ്റ്റ്യൻ. Select the sentence with the correct usage of words. ഇവിടെ ആൻസർ ആയിട്ട് എടുക്കാവുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ്. ഇതിൽ ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ് കറക്റ്റ് ഒന്നിച്ചാണ് എഴുതേണ്ടത്. ശരിയാവോ ഇല്ലയോ എന്നറിയില്ല. ആൻസർ ഓപ്ഷൻ സി ആയിട്ട് എടുക്കാം. 75. വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? ഓപ്ഷൻ സി ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. 76. ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻ മീൻസ്? ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട്. 77. ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ്. ആൻസർ ഓപ്ഷൻ ബി. The child fell asleep during the movie. Option B. 78. ക്വസ്റ്റ്യൻ. Rebecca rarely eats sweets. Answer option A. Does she? Question tag ആണ് does she. 79. ക്വസ്റ്റ്യൻ. What term describes the
deliberate and systematic extermination of a national, racial, political or cultural group. Option B, genocide. 80th question. Choose a suitable synonym from the following options for the word given. Option A, careful. 81th question. What part of speech is the word quickly? Option C, adverb. 82. Choose the incorrect spelling. 2, 3 incorrect ആണ്. Option B, 2 and 3. 83th question. Identify the sentence with the incorrect preposition usage. Answer option C. The teacher insisted in completing the assignment. 84th question. Which of the following statements are grammatically correct? ഇതിൽ ആൻസർ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ 1 only എന്നുള്ളതിൽ ഇതിൽ ആൻസർ ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നൺ ഓഫ് ദ എബോവ് ആൻസർ ആയിട്ട് എടുക്കാം. ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. 85th question. Identify the sentence with the correct subject verb agreement. ഇതിൽ ആൻസർ ആയിട്ട് എടുക്കാവുന്നത് ഓപ്ഷൻ ബി ആണ്. Each of the students has their own laptop. Option B. 86th question. അതിൽ ആൻസർ ഇല്ല. Identify the sentence with the correct use of the passive voice. അതിൽ ആൻസർ ഇല്ല. 87th question. Select the sentence with the proper use of capitalization. Answer option B. I am going to the mall. Option B. 88. Identify the correct antonym of the word comfortable formed with the suffix. Option C. Comfortless. Option C. 89th ചോദ്യം. Choose the sentence with the correct usage of the phrasal verb give in. Option A. He gave into his friend's request. Option A. 90th question. Identify the sentence with the correct usage of gerund. Option B. She enjoys swimming in the ocean. Option B. She enjoys swimming in the ocean. ഇനി മലയാളമാണ്. 91. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി, നീടം. പക്ഷിക്കൂടിന്റെ പര്യായം നീടം. 92. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം. ആൻസർ ഓപ്ഷൻ സി, വാഗ്വാദം. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. 93. അമരം എന്ന പദത്തിന്റെ വിപരീത പദം. അമരത്തിന്റെ വിപരീതം അണിയം. ഓപ്ഷൻ ബി. 94. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇതിൽ തന്നിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് അധികമായാൽ അമൃതും വിഷം. ഓപ്ഷൻ എ. 95. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. തായ് പ്ലസ് വഴിയാണ് താവഴി. ഓപ്ഷൻ സി. 96. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി, ഏകവചനം. പെങ്ങള് ഏകവചനം. 97. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, വിദ്യുത് ശക്തി. ഓപ്ഷൻ ബി, വിദ്യുത് ശക്തിയാണ് ശരിയായിട്ടുള്ളത്. 98. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ എ, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഓപ്ഷൻ എ. 99. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക്. ഓപ്ഷൻ ഡി, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക്. 100th ക്വസ്റ്റ്യൻ. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ആൻസർ ഓപ്ഷൻ എ. Okay friends, thank you.